ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും ഈ നടപടിക്രമമാണിത്. ആ നടപടിക്രമം ആർക്കും മാറ്റാൻ കഴിയില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ തീരുമാനം അതാണ്. ഹൈക്കമാൻഡാണ് പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം. എല്ലാ കാലങ്ങളും എങ്ങനെയാണോ? കേരളത്തിലും അത്തരം ഒരു ചരിത്രമുണ്ട്. തിരുവങ്ങാടിയിലേക്ക് എത്തിയിട്ടൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയൊരു ചരിത്രം കൂടി ഉണ്ട് കേരളത്തിലും. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ സെൻട്രൽ ഒബ്സർവേഴ്സിനെ അയച്ചിട്ടാണ് എല്ലാ ചർച്ചയും കഴിഞ്ഞ് തീരുമാനം എടുക്കുക. അപ്പോൾ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഒരു കാര്യം കൂടി, ഒരു വ്യക്തത കൂടി. ഈ എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ ചിലരെടുത്ത തീരുമാനത്തിന് അവസാനം ഹൈക്കമാൻഡ് അംഗീകരിക്കായിരുന്നു. ശരിക്കും അങ്ങേപ്പോലുള്ള ആളുകളെ വാക്ക് പറഞ്ഞ് ചതിച്ചു എന്നൊരു വികാരം അങ്ങേക്കുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലല്ലേ, എനക്കെന്താ സാർ, ഞാനിതിൻ്റെ അകത്ത് താല്പര്യപ്പെട്ട് പോയതൊന്നല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ആൾ പേര് ഇപ്പൊ ഒന്നും ആരും പറയുന്നില്ല, ഞാൻ ഒരു വലിച്ചെടുക്കുന്നില്ല. അല്ല, ഈ പറഞ്ഞ എന്നോട് പറഞ്ഞ് തോൽക്കുന്ന സീറ്റ് എടുക്കണം എന്നാ. തോറ്റാലെന്താ MP ആയി തുടരാമല്ലോ, പ്രശ്നം എന്താ? അല്ല, ഞാൻ സമയം വരുമ്പോഴൊക്കെ ഞാൻ പറയും, ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറയും പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഈ ഇടയ്ക്ക് എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട വർക്കേഴ്സും ഉണ്ട്, മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് അന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കാരണം എന്താണ്, ഞാൻ സുധാകരനെ കണ്ട് മടങ്ങുമ്പം ഞാൻ ഇവിടെ ക്ലാരിറ്റിയോട് പറഞ്ഞ കാര്യമാണ് അന്ന്. അത് കാരണം തോൽക്കുന്ന സീറ്റ് എടുക്കണം എന്ന് പറഞ്ഞത് ലീഡേഴ്സാണ്. ആ, ജയിക്കുന്നെടുക്കാനല്ല, മനസ്സിലാക്കണം. ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് എടുക്കാനല്ല, തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റ് എടുക്കണം. തോറ്റാലെന്താ പിന്നെ MP ആയി തുടരാലോ എന്നിട്ട് പറഞ്ഞ ആളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സമയം വരട്ടെ, അന്നേരം പറയാം. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. ഈ നേതാക്കളെല്ലാം ഇപ്പോൾ ഈ ഹൈക്കമാൻഡാണ് തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ചർച്ചയിലാണ് ഇത് വന്നിട്ടില്ല എന്നുള്ളത് പറയുന്നതെല്ലാം തെറ്റായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഏതാ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ്? അല്ല, തീരുമാനം ഹൈക്കമാൻഡ് ആണല്ലോ, പക്ഷെ എങ്ങനെ ഒന്നും ആലോചിക്കണ്ടേ? തെറ്റാണ്. ചിലർ പിടിച്ച വാശിയാണ്. ചിലരുടെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ തർക്കം വേണ്ട, വിവാദമാകണ്ട, അങ്ങനെയാണ് തീരുമാനം. തെറ്റാണ്. അത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ ഹൈക്കമാൻഡിനെതിരായിട്ടുള്ള പരാമർശം കൂടിയാണത്. ഏത് നേതാക്കളുടെ അഭിപ്രായത്തെ മാനിച്ച് ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് അതാണ് സത്യം. അവിടെയാണ് നമ്മുടെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ കുറച്ച് മുതിർന്ന നേതാക്കൾ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്നുള്ള ചില ഗൂഢമായി എടുത്ത തീരുമാനമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറയുന്നില്ല സാർ. ഇത്രയും പറഞ്ഞിട്ട് വ്യക്തിയുടെ പേരൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ല, അത് അവർ പറയട്ടെ, എന്തുകൊണ്ടാണ് അവർ പറയട്ടെ. അങ്ങനെ വാശി പിടിച്ചവരും ദുർവാശി കാണിച്ചവരും ഉത്തരം പറയട്ടെ എന്തുകൊണ്ടാണ്.